DS ഇറേ നിങ്ങൾ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഹാഷിമേ ടോണി പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു സിനിമ. സിനിമയുടെ ഡയറക്ഷനെ കുറിച്ചൊക്കെ ടോണി സംസാരിക്കും. ഡയറക്ടർ സദാശിവൻ ഭയങ്കര ഫേമസ് ആണ്. പുള്ളിയുടെ 4ാമത്തെ പടമാണ്. പുള്ളി 4 പടങ്ങളും മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിലുള്ള ആദ്യം ചെയ്ത പടമാണ് സയൻസ് ഫിക്ഷൻ പടം റെഡ് ട്രെയിൻ. അത് കഴിഞ്ഞിട്ട് 3 ഹൊറർ പടങ്ങൾ. അതിന്റെ യൂണിവേഴ്സിലേക്ക് വേണമെങ്കിൽ ഇതും 3ാമത്തെ ഒരു പടമായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പ്രമേയുഗത്തിന് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവെന്നല്ല, പ്രമേയുഗത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ അല്ലേ പുള്ളി ചെയ്യുന്നത്. പ്രമേയുഗത്തിന്റെ കണ്ടിന്യൂഷനേക്കാൾ രസം മറ്റേ ഭൂതകാലത്തിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. അല്ല, ഞാൻ പറഞ്ഞ പുള്ളി ഹിറ്റിന്റെ മേളിൽ ഹിറ്റാണ്. ഇത് ഹിറ്റ് അടിക്കുന്നു. അല്ല, പുള്ളി യൂത്തന്മാരെ കൊണ്ടൊന്ന് പേടിപ്പിക്കുന്നത്. ഈ ഭൂതകാലത്ത് ഈ ഷൈന്റെ അഭിനയത്തിന്റെ പൊട്ടൻഷ്യൽ മൊത്തം പുറത്തെടുത്തു. രമേവത്തി വന്നിട്ട് അർജുന അശോകന്റെ പൊട്ടൻഷ്യൽ മൊത്തം പുറത്തെടുത്തു. ഇതിന്റെ അകത്ത് പ്രണവ് മോഹൻലാലിന്റെ മൊത്തം സിദ്ധാർത്ഥ് ഭരതൻ. പിന്നെ യൂത്ത് എന്ന് പറയാൻ പുള്ളി ഈ നമ്മുടെ ഈ സിനിമയില് അഭിനയത്തിന്റെ കാര്യത്തിൽ അത് പറഞ്ഞു. പ്രണവ് മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞമ്മയുടെ പയ്യന്റെ പേര് അരുൺ അടിപൊളിയായിട്ട്. ജയാക്കുറുപ്പ് എന്ന് പറഞ്ഞ ആ പ്രായമുള്ള പുള്ളിക്കാർ അടിപൊളിയായിരുന്നു. കുഞ്ഞമ്മ ഇതിന്റെ പോസ്റ്റർ ചെയ്തേക്കുന്നത്. ബ്രഹ്മയുഗത്തിന്റെയും ഇതിന്റെയൊക്കെ പോസ്റ്റർ വന്നെ ചെയ്യുന്നത്. ലോകയുടെ ഒക്കെ. ഓക്കെ, അപ്പോൾ അഭിനയം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മ്യൂസിക് ആക്ടർ ജിബിൻ ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കൂടെ അഭിനയിക്കുന്ന നമ്പൂതിരി. പുള്ളിക്ക് നല്ല റോളുണ്ട്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതെ അതെ, പുള്ളി സാധാരണ പോലീസുകാരനായിട്ടാണ് മിക്ക സിനിമയ്ക്കകത്ത് കാണുന്നത്. ഈ പറഞ്ഞ പോലെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ക്രിസ്റ്റോ സേവറിന്റെ പ്രമേഹം പോലെ തന്നെ പുള്ളിക്ക് ഹൊറർ പരിപാടി ഭയങ്കര എല്ലാം നന്നായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് ഒട്ടും വലിപ്പീരോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് എനിക്ക് ചില ഈ കസേര മാറ്റുന്നത്, ബെഡ് സീൻ, അതുപോലെ രാത്രിയത്തെ കുറേ സീൻ, അതൊക്കെ കുറച്ച് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് നീണ്ടുപോയോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ലാഗായിട്ട് ഫീൽ ചെയ്യില്ല, കുറച്ച് കൂടുതലാണ് എന്നല്ലേ അത് ആ ഒരു ഫീൽ. ഈ പറഞ്ഞ സാധനം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന സാധനമുണ്ടല്ലോ. നമുക്കത് ശരിക്കും ഇമ്പാക്ട് ഉണ്ടാവണം. നമ്മുടെ ഓഡിയൻസ് നന്നായിരിക്കണം. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഓഡിയൻസ് ഈ പറയുന്ന പോലെ എന്തെങ്കിലും പേടിപ്പിക്കുന്ന സാധനം, ഈ പേടിയുള്ളവർ കാണൂല്ലേ കൂട്ടത്തിൽ. ഇപ്പൊ പുതിയ പിള്ളേരോ അല്ലെങ്കിൽ ഏത് പ്രായക്കാരോ ആണെങ്കിലും ഈ ചളിയടിക്കും. ഈ ഓരോ സീൻ വരും. നമ്മൾ ഇംഗ്ലീഷ് മൂവീസിൽ ഈ വാലൊക്കെ അങ്ങനത്തെ മൂവീസിലൊക്കെ എന്തെങ്കിലും ജെംസ്കെയർ സാധനം വരിക, ഇവരന്നേരത്തെ ചളിയടിക്കും. കന്യാസ്ത്രീ ഓടുന്നു, മറ്റേ പേസ്റ്റ് തേച്ച് മുഖത്ത് പേസ്റ്റ് തേച്ച് ഓടുന്നു, അങ്ങനെയൊക്കെ ചളി അടിക്കുമ്പോൾ നമ്മളും ചിരിച്ചു പോകും. അപ്പൊ ഈ സ്ക്രീനിൽ വരുന്ന ഇമ്പാക്ട് കിട്ടത്തില്ല. പക്ഷെ അതൊരു നല്ലൊരു ഇമ്പാക്ട് വന്നു. ആ കിണറ്റിൽ നിന്ന് ആ ചെറുക്കും ചേച്ചിയുടെ മുഖം എപ്പോഴും ഓർമ്മ വരും എന്ന് പറഞ്ഞ സീൻ്റെ ആ ചേച്ചിയെ കാണിക്കുന്ന ഒരു സീൻ. അതേപറ്റി നമ്മൾ പറയണ്ട. എന്നാലും ചില സീനുകൾ നമ്മളെ നല്ല സാധനമായിരുന്നു. ഒരു ക്യാമിയൊക്കെ ഉണ്ട്. നല്ലൊരു ക്യാമിയോ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ക്യാമിയോ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി പേടിച്ചു പോകുന്ന ഒത്തിരി നിമിഷങ്ങൾ ആ സിനിമയിൽ കടന്നുപോയി. കുറേ നേരമൊക്കെ ആൾക്കാർ എനിക്ക് ഒന്ന് കണ്ണടച്ചൊക്കെ ഇരുന്ന് കാണുന്നവര് ഉണ്ടായിരുന്നു. പിന്നെ കയ്യെ പിടിച്ചിരിക്കുക. അതെ അതെ, പിന്നെ പടം എയറേറ്റഡ് ആണ്. പോകുന്നവർ പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. തിയേറ്റർ കുട്ടികളൊക്കെ പാടി കണ്ടാൽ സീനുണ്ട്. ഒന്നല്ലാത്ത ഒരുപാട് സീനുണ്ട്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കരമായിട്ട് ആക്സിഡന്റ് സീൻ അത് പൊളി. ചിലതൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കും. പിന്നെ ഹാഷിം ഇന്റർവെല്ലിന് പറഞ്ഞ പോലെ മറ്റേ പണ്ടത്തെ തറവാട്ടിലെ പക്ഷികളെ പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ മോഡേൺ വീടുകളിലും പ്രേമം വന്നു തുടങ്ങി. ഇനി അവിടെ ഉറങ്ങണമെങ്കിൽ നമുക്കൊരു ഇതാവും. ഇത് കണ്ടിട്ട് ഇങ്ങനെ രാത്രി സ്വപ്നം കണ്ട് പേടിക്കുന്ന ആൾക്കാർക്ക് പുതിയൊരു മോഡേൺ കണ്ടംപററി നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യം കാണാം. ഹോളിവുഡിൽ കണ്ടിട്ടുണ്ട്. ഹോളിവുഡിൽ അങ്ങനെയാണല്ലോ. മറ്റേ വലിയ 2 നില വീട്, താഴെ പേരൻസ് കിടക്കുക, ഈ 5, 6, 2, 3 വയസ്സുള്ള പിള്ളേരെ മേലെ ഒറ്റയ്ക്ക് കിടത്തുക, അവരെ പ്രേതം പിടിക്കാൻ വരിക. പക്ഷെ ഈ വീട്ടിലെ ഇത്രയൊക്കെ പ്രേതം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് താമസിക്കാൻ കാണിച്ച പടം ഏതായാലും ഉഗ്രനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊരു വലിപ്പിക്കലല്ല. ഈ ഹൊറർ സീനുകൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ ടൈം പടത്തിന്റെ ഒരു 70% നമ്മളിങ്ങനെ പേടിച്ചതിനെ ഇരിക്കുന്നൊരു സംഭവമാണ് അവിടെ അതിലുള്ളത്. ഏതായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം അല്ലേ? ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല സൗണ്ട് ഉള്ള, നല്ല സ്ക്രീൻ ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. നല്ല ഓഡിയൻസിന്റെ കൂടെ. നമ്മുടെ ഈ ഡാവണപ്രൊക്കെ ഇറങ്ങുമ്പോൾ ഏരീസ് ഫ്ലെക്സിലും കവിതയിലൊക്കെ പോയി കാണുമ്പോൾ കുറച്ചുകൂടെ ഓളം വെക്കാൻ വേണ്ട ആൾക്കാരായിരിക്കും.
കുറച്ചുകൂടെ നമ്മൾ ഈ പിന്നെ ഒരു മാളിലൊക്കെ പോയി കാണുവാണെങ്കിൽ അത്രയും അങ്ങ് കുറഞ്ഞു കിട്ടും. പക്ഷെ പരിധി വരെ നമ്മള് കുറയ്ക്കാം. ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ ഹൊറർ വരുമ്പോ തമാശ പറഞ്ഞ് വെറുതെ തിയേറ്റർ ബോറാക്കുന്ന ആൾക്ക് അത് രണ്ടുപേരും മതി ഒരു തിയേറ്റർ മൊത്തം നശിപ്പിക്കാൻ. ഭാഗ്യത്തിന് നമുക്ക് അങ്ങനെ ആരും ഇല്ലായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടൊരു പടമായിരുന്നു. എൻജോയ് ചെയ്തല്ല, പേടിച്ചാട്ടോ. അതെ അതെ, പേടിച്ച് അതും ഒരു എൻജോയ്മെന്റ് ആണല്ലോ. ഓക്കെ ഓക്കെ അപ്പോ അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം അല്ലേ? ഓക്കെ ഓക്കെ ബൈ.